ഇപ്പോൾ സണ്ണി ജോസഫ് MLA നമുക്കൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ഗുഡ് മോർണിംഗ് ശ്രീ സണ്ണി ജോസഫ് MLA. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിൽ ഒരേ ഒരു പ്രതി മാത്രം, അത് PP ദിവ്യയാണ്. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ വാദം അന്വേഷണ സംഘം കണക്കിലെടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആത്മഹത്യാ പ്രേരണ, അതിലേക്ക് മാത്രമാണ് അന്വേഷണം നീണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ കുറ്റപത്രത്തിന്റെ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? നമുക്കറിയാം, ഈ കേസിന്റെ ആരംഭം മുതൽ ഇതിലെ പ്രതിയായിട്ടുള്ള PP ദിവ്യയെ സഹായിക്കുന്നതിനുള്ള നിലപാട് തന്നെയാണ് പോലീസിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി CPM ഇടിപ്പിച്ചിട്ടുള്ളത്. അവര് ദിവ്യയെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കിയതും ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമെല്ലാം വലിയ സമ്മർദ്ദത്തിന് വിധേയമാകേണ്ട വന്ന സാഹചര്യത്തിൽ മാത്രമാണ്. ഇപ്പോഴും നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല. നവീൻ ബാബുവിന്റെ കുടുംബം, ഭാര്യയും മക്കളും അനുജന്മാരും ആരും സംതൃപ്തരല്ല. നമുക്കറിയാം, ഇന്ന് കേരള പോലീസ് അന്വേഷിച്ചാൽ പൂർണ്ണ നീതി ലഭിക്കില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ നവീൻ ബാബുവിനെതിരെ ആദ്യം മുതൽ പറഞ്ഞിരുന്ന ദുരാരോപണങ്ങളെല്ലാം കളവാണെന്ന് വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുക. CPM നേതൃത്വം ഈ അടുത്ത കാലത്ത് പോലും നവീൻ ബാബുവിനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ MP ജയരാജനും ഗോവിന്ദൻ മാഷും എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ദിവ്യയെ പ്രൊട്ടക്ട് ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ചെയ്യുന്നതിന്റെ പരിമിതി അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ശ്രീ സണ്ണി ജോസഫ്, പൊതുസമൂഹവും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ അത്രയേറെ അലേർട്ടായി ഒക്ടോബർ 15 മുതൽ തുടർച്ചയായി ഈ വിഷയത്തിൽ നിന്നതുകൊണ്ട് ഇങ്ങനെയൊരു റിപ്പോർട്ടിലേക്ക് എത്തേണ്ടി വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാമല്ലേ? അത് തന്നെ, അതാണ് ഞാൻ പറഞ്ഞ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. തേച്ചു മാച്ച് കളയാനാണ് ശ്രമിച്ചത്. നമുക്കറിയാം, ആന്തൂര് സാജന്റെ ആത്മഹത്യ എന്തായിരുന്നു? ആ കേസ് അന്വേഷിച്ചിട്ട് എന്താക്കി? ഇവിടെ വളരെ പ്രകടമായിട്ടുള്ള കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിട്ട് പോലും ഇതിനെ സപ്രസ് ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അടുത്ത കാലത്ത് പോലും ന്യായീകരിക്കുകയാണ് ചെയ്തത്. ദിവ്യ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ഗോവിന്ദ മാഷ ഭാര്യയാണ് പോയി സ്വീകരിച്ചത്. ഇപ്പൊ അടുത്ത ദിവസം ശ്രീമതി ടീച്ചറൊപ്പാണ് ദിവ്യ. ഇപ്പോഴും പറയുന്നത് ശ്രീ സണ്ണി ജോസഫ്, മാധ്യമങ്ങളടക്കം വേട്ടയാടുന്നു എന്ന വാദമാണ്. ഇതിലെവിടെയാണ് വേട്ട? ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ആ ജീവൻ നഷ്ടപ്പെട്ടയാളുടെ കുടുംബം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, ആ ആരോപണങ്ങൾ, അത് അവർക്ക് അന്വേഷിക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ, അത് വാർത്തയാക്കുമ്പോൾ ആ വാർത്തയാക്കുന്നവർ പോലും ശത്രുക്കളായി മാറുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാകുന്നു. അതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന്റെ നാവിനെ സൃഷ്ടാവ് കളവ് പറയുമ്പോൾ അതിന് പ്രത്യേക നിയന്ത്രണമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. എന്തും പറയാം, ഭാഷ കൊണ്ട് എങ്ങനെയും വ്യാഖ്യാനിക്കാം. ആരെയാ വേട്ടയാടുന്നത്? ഇതിൽ പരം കോൺക്രീറ്റ് ആയി എവിഡന്റ് ആയ ഒരു കേസുണ്ടോ? സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ദിവ്യയെ. ഇപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സംരക്ഷിക്കുകയാണ്. ആരും വേട്ടയാടിയിട്ടില്ല. നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും സംതൃപ്തരല്ലല്ലോ. അവരല്ലേ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് പറയുന്നത്. ആ ശ്രീ സണ്ണി ജോസഫ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗം പറയുന്നതിനായി ഞങ്ങൾ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവരിപ്പോൾ ജോലിസ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ അവരുമായി സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അഡ്വക്കേറ്റ് അനിൽ P. നായരിലേക്ക് ഞാൻ പോവുകയാണ്. അഡ്വക്കേറ്റ് അനിൽ P. നായർ കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ്. കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ കുറ്റപത്രത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ? കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലല്ലോ, സാങ്കേതികമായി സമർപ്പിച്ചിട്ടില്ല. സമർപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ സ്റ്റേജിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ അത് നിയമപരമായ സങ്കീർണതകൾ വർദ്ധിപ്പിക്കും. ഈ വിഷയത്തിലെ ഈ കേസുമായി ബന്ധപ്പെട്ട നിയമപരമായ സങ്കീർണതകൾ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് കുറച്ചുകൂടെ വർദ്ധിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഈ സ്റ്റേജിൽ കുറ്റപത്രം സമർപ്പിക്കുന്നെങ്കിൽ അത് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് അനിൽ P. നായർ, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും CBI അന്വേഷണത്തിന് അനുകൂലമായ ഒരു തീരുമാനമല്ല ഉണ്ടായത്. ഈ കുറ്റപത്രം സമർപ്പിക്കാനായി നിങ്ങൾ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം സുപ്രീം കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ കാത്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ ഇനി അടുത്ത നീക്കം? അതെ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞത് ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിലെ എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ചോളാം, കൊലപാതക സാധ്യത ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾ അന്വേഷിച്ചോളാം ഒരു സത്യവാങ്മൂലം കോടതിയിൽ സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗത്തുനിന്ന് ഫയൽ ചെയ്തിരുന്നു. ആ മേഖലയിൽ അവർ എത്രമാത്രം പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കാൻ പോകുന്ന ചാർജ് കണ്ട ശേഷമേ നമുക്ക് എന്തെങ്കിലും അതേപറ്റി പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ.
തീർച്ചയായും വ്യക്തമാണ് അഡ്വക്കേറ്റ് അനിൽ പി നായർ. കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നത് മനസ്സിലാക്കിയ ശേഷം തുടർ നടപടിയിലേക്ക് പോകാനാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ തീരുമാനം. അവരുടെ അഭിഭാഷകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്.